സെസം സിവിൽ എൻജിനീയറിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷർമെൻ്റ് ആണ് സെസം എന്ന് പറയുന്നത്. അതൊരു സ്റ്റാൻഡർഡൈസേഷൻ ഫോമാണ്. നമ്മൾ പോമി പഠിച്ചില്ലേ, പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഇൻ്റർനാഷണൽ പഠിച്ചില്ല, അതുപോലെ തന്നെ ഇത് 1970s ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എൻജിനീയേഴ്സാണ് UK ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ UAE, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് അതർ എല്ലാ കൺട്രീസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെസത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക ഈ സെസം എന്ന് പറയുന്നത്? സിവിൽ എൻജിനീയറിംഗ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷർമെൻ്റ് ആണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റമാണ്. സോ ഇത് ഉപയോഗിക്കുന്നത് സിവിൽ എൻജിനീയറിംഗ് വർക്ക്സിലാണ്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊജക്ട്സിലൊക്കെ ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാക്കില്ലേ, BOQ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാണ് സെസം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മെയിൻ പർപ്പസാണ്. എന്താണ് മെയിൻ പർപ്പസ് ഓഫ് സെസം? ടു പ്രൊവൈഡ് യൂണിഫോമിറ്റി ആൻഡ് ക്ലാരിറ്റി. ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മൾ പോമി എന്താ പറയുക, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം കൊണ്ടുവരാൻ. അതുപോലെ തന്നെയാണ് സെസം. ഒരു ക്ലാരിറ്റി. ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരുപാട് ഇതുണ്ടാവും, എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ പ്രൊസീജിയേഴ്സിനെല്ലാം ഒരു ക്ലാരിറ്റി, യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അക്യുറേറ്റ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിന് വേണ്ടിയിട്ട്, BOQs, കോസ്റ്റ് എസ്റ്റിമേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആൾ പാർട്ടീസ് എല്ലാത്തിനും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. UAE-യിലായിക്കോട്ടെ, സൗദിയിലായിക്കോട്ടെ, ഈ സെസം യൂസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്ന BOQ യൂണിഫോമിറ്റി ഉണ്ടാവും. സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് എന്തൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണല്ലോ സെസം ഉപയോഗിക്കുന്നത്? റോഡ് ആൻഡ് ഹൈവേസ്, ബ്രിഡ്ജ്, ടണൽ, ഡ്രെയിനേജ്, സീവറേജ്, അങ്ങനെ എല്ലാത്തിലും. പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി സർവേയേഴ്സ് ഉപയോഗിക്കും, എസ്റ്റിമേറ്റേഴ്സ്, പ്രൊജക്റ്റ് മാനേജേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്യും. സെസം യൂസ് ചെയ്തിട്ടാണ് BOQ ബിൽ ഓഫ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുക. സോ ഇത്രയും മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സിലോട്ട് പോയാലോ? ഒരു സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ബ്രേക്സ് വർക്ക് ഇൻ ടു ക്ലിയർ ആൻഡ് മെഷറബിൾ സെക്ഷനായിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്പെസിഫിക് റൂൾസ് ഉണ്ടാവും ഓരോ മെഷർമെൻറ്റ്സിലും, ഡീറ്റെയിൽ മെത്തേഡ്സ് ഉണ്ടാവും. എല്ലാ കൺട്രീസിലും സെയിം ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ടെൻഡർ ഡോക്യുമെൻറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കും. അപ്പോൾ കാണുന്നവർക്ക് അതിൻ്റെ യൂണിഫോമിറ്റി കൊണ്ട് തന്നെ, ക്ലാരിറ്റി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അതിലെന്തൊക്കെയാണ്, എന്ത് ബേസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ മെയിനായിട്ട് ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഫോംസ് മനസ്സിലാക്കും. അതിൽ ക്ലാസ്സസ് ഉണ്ട്, ABCG അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ഉണ്ടാവും. അതിൽ വർക്ക് കാറ്റഗറിയിൽ വരുന്നത് A ആണ്, ജനറൽ ഐറ്റംസ് ആണ്. പിന്നെ സൈറ്റ് പ്രിപ്പറേഷൻ, എർത്ത് വർക്ക്, കോൺക്രീറ്റ് വർക്ക്, മെഷനറി, സ്ട്രക്ചറൽ മെറ്റൽ വർക്ക്, വാട്ടർ പ്രൂഫിംഗ്, റൂഫിംഗ്, ക്ലാഡിങ്, ഫിനിഷേഴ്സ്, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക്, റോഡ്സ്, പേവിങ്സ്, ലാൻഡ്സ്കേപ്പ്, ടെസ്റ്റിംഗ് ആൻഡ് ഹാൻഡ് ഓവർ. ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇത് കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. സോ സെസം കൊടുത്തിട്ടുള്ളത് ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. മനസ്സിലായോ? ഒരു കൺസ്ട്രക്ഷനിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇതിൽ. ആ ഒരു ക്ലാസ്സസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. സോ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും, പക്ഷേ ഈ ഒരു മേജറായിട്ടുള്ള ക്ലാസ്സസ് കൺസ്ട്രക്ഷനിൽ വരുന്നത് ഇതാണ്. പിന്നെ അതിൽ വേർഷൻസ് പറയുന്നത് 1, 2, 3, 4 അങ്ങനെ കുറച്ച് ലേറ്റസ്റ്റ് വേർഷൻ ഏതാ 400. അത് പബ്ലിഷ് ചെയ്തത് 2012 പബ്ലിഷ് ചെയ്തത്. അതിന് മെയിനായിട്ട് സമ്മറിയിൽ പോവുകയാണെങ്കിൽ അക്യുറേറ്റ് മെഷറിങ്, ഡിസ്ക്രൈബിങ്, പ്രൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി സർവേയർ, എസ്റ്റിമേറ്റർ, അങ്ങനെ സിവിൽ എഞ്ചിനീയേഴ്സാണ് മെയിനായിട്ട് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ട് 2, പാർട്ട് 3 വരുന്നുണ്ട്. ഫൈനൽ പാർട്ടിൽ നമുക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. സോ താങ്ക് യു.